Good morning, all of you. Welcome to Educa Classroom. Here we discuss about modern Indian thought. മോഡേൺ ഇന്ത്യൻ തോട്ടിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഡേൺ ഇന്ത്യൻ തോട്ട് എന്ന് പറയുന്നത് BA ഫിലോസഫി കേരള യൂണിവേഴ്സിറ്റിയുടെ കോംപ്ലിമെൻ്ററി പേപ്പറാണ് സെമസ്റ്റർ 4-ൻ്റെ. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ ഇന്ത്യൻ റിനൈൻസൻസ് മൂവ്മെൻറ്റ് ആൻഡ് സാലിൻ ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യൻ തോട്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വൺ ബൈ വൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻട്രൊഡക്ഷൻ ടു ദ ഇന്ത്യൻ റിനൈൻസൻസ്. റിനൈൻസൻസ് എന്ന് വെച്ചാൽ നവോത്ഥാനം എന്നാണ് അതിൻ്റെ മലയാള വാക്ക്. ഇതിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഇന്ത്യൻ റിനൈൻസൻസ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. ഇന്ത്യൻ റിനൈൻസൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ളൊരു പീരീഡാണ്. നിർണായകമായിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറൽ, നമ്മുടെ സോഷ്യൽ, നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ അവേക്കനിങ് ആണ് ഇന്ത്യൻ റിനൈൻസൻസസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇൻ്റലക്ച്വൽ അവേക്കനിങ്? ഭൗതികപരമായിട്ട് ഈ മേഖലകളിൽ ഉണ്ടായ ഒരു ഉണർവിനെയാണ് നമ്മൾ ഇന്ത്യൻ റിനൈൻസൻസ് എന്ന് പറയുന്നത്. ഇതുണ്ടായ ഡേറ്റ് എന്ന് പറയുന്നത്, ഇത് തുടങ്ങിയത് 19-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയാണ് ഇത് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സംഭവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് ആരംഭിച്ചതെന്ന് പറയുന്നത്, ഈ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയുടെ കൊളോണിയൽ റൂള് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തപ്പോൾ നമുക്കുണ്ടായ ഇന്ത്യൻ സൊസൈറ്റിയിലുണ്ടായ അപജയത്തിന് കാരണമായിട്ടാണ്. അപജയം സംഭവിച്ചപ്പോഴാണ്, അതായത് അവർ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ കൊളോണിയലിസം എന്ന് പറയുന്നത് പാശ്ചാത്യാധിപത്യം, അവരുടെ പാശ്ചാത്യാധിപത്യം നമ്മളിൽ അടിച്ചേൽപ്പിച്ചപ്പോൾ നമ്മൾക്കുണ്ടായിട്ടുള്ള ഇന്ത്യൻ സമൂഹത്തിനുണ്ടായിട്ടുള്ള നാശത്തിൻ്റെ അല്ലെങ്കിൽ നാശം സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു ഇൻ്റലക്ച്വൽ അവേക്കനിങ് വേണം, അല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ മേഖലകളിൽ, അതായത് ഏത് മേഖലകളിലാണ്, ഏത് കൾച്ചറൽ, സോഷ്യൽ, റിലീജിയസ് മേഖലകളിൽ നമുക്കൊരു അപജയം സംഭവിച്ചതുകൊണ്ട് അതിന് ഉണർവ് വേണമെന്ന് ഒന്ന് ജനങ്ങൾ മനസ്സിലാക്കിയ സമയമാണ് ഇന്ത്യൻ നവോത്ഥാനം എന്ന് പറയുന്നത്. ഈ സമയത്ത് എന്താ സംഭവിച്ചത്? ഈ സമയത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്നതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മളവിടെ എന്തൊക്കെ സോഷ്യൽ സ്ട്രക്ചർ ആയിരുന്നു എന്നറിയാമോ? സമൂഹത്തിൽ റിജിഡ് കാസ്റ്റ് സിസ്റ്റം ആയിരുന്നു. എന്താണ് റിജിഡ് കാസ്റ്റ് സിസ്റ്റം? സങ്കീർണമായിട്ടുള്ളൊരു ജാതി വ്യവസ്ഥ നമുക്കിവിടെ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ചൈൽഡ് മാരേജ് നിലനിന്നിരുന്നു. ഇന്ത്യൻ സൊസൈറ്റിയിൽ അൺടച്ചബിലിറ്റി നിലനിന്നിരുന്നു. തൊട്ടുകൂടായ്മ, തീണ്ടുകൂടത്തോ നിലനിന്നിരുന്നു. ഇതൊക്കെ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുമ്പോഴും നിലനിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് അവരെന്താ കൊണ്ടുവന്നറിയാമോ? അവർ ബ്രോട്ട് ദ മോഡേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു. അവർ ഇന്ത്യയിൽ മോഡേൺ എഡ്യൂക്കേഷൻ നടപ്പിലാക്കി. അവർ പ്രിന്റ് മീഡിയ നടപ്പിലാക്കി. അതുപോലെ തന്നെ അവർ അവരുടെ പാശ്ചാത്യ രീതിയിലുള്ള കുറേ പുതിയ പുതിയ ഐഡിയാസ് ഇന്ത്യയിൽ നടപ്പിലാക്കി. ഈ ചേഞ്ചസ് എന്ന് പറയുന്നത്, ഇങ്ങനെ നടപ്പിലാക്കിയ കാര്യങ്ങൾ ഇന്ത്യൻ തിങ്കേഴ്സിന് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പുഷാണ്. കാരണം ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പുഷ് എന്ന് പറയുന്നത് അതായത് ട്രഡീഷണൽ ഐഡിയകളിൽ നിന്ന് ഒരു പുഷാണ് സംഭവിച്ചത്. എന്താണ് ട്രഡീഷണൽ ഐഡിയയിൽ നിന്ന് പുഷ് സംഭവിക്കുക എന്ന് പറയുമ്പോൾ, ഇവരുടെ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഇവരുടെ പുതിയ പുതിയ ഐഡിയാസ് കിട്ടിയപ്പോൾ, പത്രങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തുറന്നെഴുതാൻ തുടങ്ങി. നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ തുറന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി. അത് അവരിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? അസംബിൾ ചെയ്യാനും പറ്റി. അതായത് രാജാറാം മോഹൻ റായ്, സ്വാമി വിവേകാനന്ദ, രവീന്ദ്രനാഥ് ടാഗോർ, ഡോക്ടർ BR അംബേദ്കർ, ജിദ്ദു കൃഷ്ണമൂർത്തി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അരബിന്ദോ, ഇവരൊക്കെ ഈ ഇൻ്റലക്ച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ ഇന്ത്യൻ റിനൈൻസൻസിന് വളരെ സ്വാധീനം ചെലുത്തിയ കുറേ ഫിലോസഫേഴ്സാണ്. അവരെന്ന് പറയുന്നത് ഇന്ത്യയുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ബ്ലെൻഡ് ആയിട്ടുള്ള ഇന്ത്യയുമായിട്ട് ഇഴക്കി ചേർന്നിട്ടുള്ള സ്പിരിച്വൽ ട്രഡീഷൻസിനെ, ഇന്ത്യയിൽ ഇഴകി ചേർന്നിട്ടുള്ള സ്പിരിച്വൽ ട്രഡീഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പണ്ടേ ഒരു ട്രഡീഷൻസ് ഉണ്ട്. അതായത് എന്ന് തുടങ്ങിയെന്ന് പോലും അറിയാത്ത വളരെ പുരാതനമായിട്ടുള്ളൊരു പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്, ട്രഡീഷനാണ് ഇന്ത്യ. ആ ട്രഡീഷനെ ഇവർ വെസ്റ്റേൺ കോൺസെപ്റ്റ്സുകളായ ഇക്വാളിറ്റി, ഫ്രീഡം, റാഷണൽ തിങ്കിങ്, ഇങ്ങനെയുള്ള മോഡേൺ കോൺസെപ്റ്റ്സുകളുമായിട്ട് ഇവർ ബന്ധപ്പെടുത്തിയപ്പോഴത്തേക്ക് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത്, ഇന്ത്യക്ക് ഒരു പുതിയ മോഡേൺ സൊസൈറ്റി രൂപപ്പെട്ടു വന്നു.
മോഡേൺ സൊസൈറ്റി രൂപപ്പെട്ടു വന്നു എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് പുതിയൊരു ഐഡിയ വന്നു. അതുപോലെ തന്നെ റിലീജിയന് പ്രത്യേകിച്ച് പുതിയൊരു ഐഡിയ വന്നു. അതുപോലെ തന്നെ രാജ്യം മുഴുവൻ നാഷണൽ ഹുഡ്, അതായത് രാജ്യം ഒന്നാണ്, രാജ്യസ്നേഹം എല്ലാവരിലേക്കും ഉണർന്നു വന്നു. ഇതായിരുന്നു നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ടാമത് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. സോഷ്യോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ദാറ്റ് പ്രൊമോട്ടഡ് ടു ദ ഇന്ത്യൻ റിനൈസൻസ്. ഇന്ത്യൻ റിനൈസൻസിന് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യൻ റിനൈസൻസിന് കൂടുതൽ മുന്നോട്ട് വരാൻ സഹായിച്ചിട്ടുള്ള, പ്രൊമോട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഘടകം സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ആണ്. 3 കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്. സോഷ്യോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? സോഷ്യോ കണ്ടീഷൻസും കൾച്ചറൽ കണ്ടീഷൻസും പൊളിറ്റിക്കൽ കണ്ടീഷൻസിനകത്ത് ഓരോന്ന് 1 by 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. വാട്ട് അബൌട്ട് സോഷ്യൽ കണ്ടീഷൻസ്? സോഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമ്മൾ അതിന് മുന്നേ ഇത് പറയാൻ പോകുന്നത് സോഷ്യൽ കണ്ടീഷൻസും കൾച്ചറൽ കണ്ടീഷൻസും പൊളിറ്റിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഫസ്റ്റ് ഓഫ് ഓൾ സോഷ്യൽ കണ്ടീഷൻസ് നമ്മൾ നോക്കുന്നു. ഇന്ത്യൻ സൊസൈറ്റി എന്താണ്? ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യൻ സൊസൈറ്റി വാസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ദ കൺസർവേറ്റീവ് കസ്റ്റം ആൻഡ് ഔട്ട്ഡേറ്റഡ് പ്രാക്ടീസസ്. ഇന്ത്യൻ സൊസൈറ്റി ആ സമയത്ത് എന്തായിരുന്നു? വളരെ പുരാതനമായിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള, നശിച്ചുകൊണ്ടിരിക്കുന്ന, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസർവേറ്റീവ് കസ്റ്റം, അതായത് പണ്ട് മുതലേ തുടർന്നു കൊണ്ടുപോകുന്ന അനാചാരങ്ങളും സതി, ശൈശവ വിവാഹം, അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ, അൺടച്ചബിൾ, ഇതൊക്കെ അനുവർത്തിച്ചു വരുന്ന ഒരു സമൂഹമായിരുന്നു. ഈ റിജിഡ് കാസ്റ്റ് സിസ്റ്റം എപ്പോഴും സൊസൈറ്റിയിലെ എല്ലാ മേഖലകളിലും ജാതി വ്യവസ്ഥ കളിയാടിയിരുന്നു. ജാതി വ്യവസ്ഥ താഴ്ന്നവനായിക്കൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, താഴ്ന്ന ജാതിക്കാർക്ക് ഒപ്രഷൻ, അതായത് അവരെ അടിച്ചമർത്തുക. അതുപോലെ എസ്പെഷ്യലി ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ അടിച്ചമർത്തുക. അതുപോലെ സ്ത്രീകൾക്ക് ഒരു കാരണവശാലും ഇന്ത്യൻ സൊസൈറ്റിയിൽ ആ സമയത്ത് ഫ്രീഡം ഇല്ലായിരുന്നു. അതുപോലെ ആ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സൊസൈറ്റി എങ്ങനെയായിരുന്നു? ചൈൽഡ് മാരേജ്, സതി, അതുപോലെ തന്നെ പർദ്ദ സമ്പ്രദായം, അതുപോലെ തന്നെ നമ്മൾ ഈ സ്ത്രീകൾക്കും അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാർക്കും പൂർണ്ണമായിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തെ പൂർണ്ണമായിട്ട് നമ്മൾ നിഷേധിച്ചിരുന്നു. അതുപോലെ നമുക്ക് അന്ധവിശ്വാസമായിരുന്നു, നമുക്ക് ബ്ലൈൻഡ് ബിലീഫായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് റിച്വൽസ് ഉണ്ട്, ആരാധനയുണ്ട്. അത് നമ്മൾ വൈഡ് സ്പ്രെഡായിട്ട് ഈ സൊസൈറ്റി മുഴുവനും എന്ത് ചെയ്തിട്ടുണ്ട്? വ്യാപിച്ച് കിടക്കുമായിരുന്നു. നമ്മുടെ വ്യാപിച്ച് കിടക്കുക എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ലാർജ്ലി നമ്മുടെ സൊസൈറ്റിയിൽ ഇക്വാളിറ്റി ഇല്ലായിരുന്നു, അതുപോലെ തന്നെ ഫ്രീഡം ഇല്ലായിരുന്നു, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വെസ്റ്റേൺ കോൺസെപ്റ്റ്, റാഷണൽ തിങ്കിങ് ഒന്നും തന്നെ ഇല്ലാത്തൊരു സൊസൈറ്റി ആയിരുന്നു. ലാക്ക് ഓഫ് സോഷ്യൽ മൊബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സമൂഹത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കത്തേയില്ല ആ സമയത്ത്. കാരണം എന്താണ്? ജാതി വ്യവസ്ഥ, ഉയർന്നവൻ താഴ്ന്നവനെന്നും പറഞ്ഞുള്ള ജാതി വ്യവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു ആ സൊസൈറ്റി സ്റ്റാഗ്നന്റ് സൊസൈറ്റി ആയിരുന്നു. വെച്ചാൽ ഒരു കെട്ടി നിൽക്കുന്ന, ഒന്നും അറിഞ്ഞൂടാതെ ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു. ഈ കണ്ടീഷൻസൊക്കെ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ. ഈ സോഷ്യൽ സ്ട്രക്ചറിൽ നിന്ന് സോഷ്യൽ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് മാറിയേ പറ്റുള്ളൂ എന്നൊരവസ്ഥ വന്നു. ഈ കണ്ടീഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നത്, ഈ കണ്ടീഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു റിഫോം വേണം, ഒരു പുനരുദ്ധരണം ഇതിനകത്തുനിന്ന് വേണം, ഒരു റീജനുവേഷൻ വേണം, പുനരുദ്ധരീകരിക്കണം. നമ്മുടെ ഈ പണ്ടത്തുള്ള ഏജ് ഓൾഡ് കസ്റ്റം മാറണം. അതുകൊണ്ടാണ് എന്താണ് പറഞ്ഞത്? എന്താണ് നമ്മുടെ ഈ റെഗ്രസീവ് ട്രഡീഷൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ഫിലോസഫേഴ്സ് മുന്നോട്ട് വന്നു. എന്താണ് ഈ സിസ്റ്റം, ഇങ്ങനെ ഒരു സോഷ്യൽ സിസ്റ്റം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഇനി അടുത്ത കൾച്ചറൽ കണ്ടീഷൻസ് എന്തായിരുന്നു ആ സമയത്ത്? മറന്നുപോകരുത്, സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ആണ് ഇന്ത്യൻ റിനൈസൻസിലേക്ക് നയിക്കുന്ന 3 പ്രധാനപ്പെട്ട കണ്ടീഷൻസിനെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് സെക്കൻഡ്, കൾച്ചറൽ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? കൾച്ചറൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നതും ഇന്ത്യൻ സ്പിരിച്വൽ ട്രഡീഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ വളരെ പരിപാവനമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ പ്രശ്നമെന്ന് പറയുന്നത്, ഈ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് എന്ത് ചെയ്തു? നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യ കൈവച്ചിരുന്ന കൾച്ചറിൻ്റെ ഒരു അപജയമാണ് സംഭവിച്ചത്.
ഫോറിൻ റൂൾ ഇവിടെ വന്നപ്പോഴത്തേക്ക്, ബ്രിട്ടീഷ് കൊളോണിയലിസം വന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ, ഇവര് വെസ്റ്റേൺ ഐഡിയാസ് ഇവിടെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ലിറ്ററേച്ചർ കൊണ്ടുവന്നു. അതുപോലെ തന്നെ സയൻസ് ഇവർ കൊണ്ടുവന്നു. ഇവർ എല്ലാവർക്കും ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രാധാന്യം ചെയ്തു. ഈ സമയത്ത് എന്താ സംഭവിച്ചത്, നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഒരു കൾച്ചറൽ റിവൈവലിസം ഉണ്ടായി. കൾച്ചറൽ റിവൈവലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിനകത്ത് തന്നെ ഈ എന്താണ് ചെയ്തത്, നമ്മുടെ സംസ്കാരത്തിന് തന്നെ ഒരു പുനർജീവന വാദം വന്നു. പുനർജീവനവാദം എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് എന്ന് നമ്മുടെ കൾച്ചറൽ ഷോർട്ട് കമ്മിങ് വന്നു. നമ്മൾ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്. ആ സമയം തന്നെ ഇന്റലക്ച്വൽ ബിഗിൻ സ്റ്റഡി ദിയർ ഹെറിറ്റേജ് മോർ ക്രിട്ടിക്കലി. ആ സമയത്ത് തന്നെ നമ്മുടെ ബൗദ്ധികപരമായിട്ടുള്ള നമ്മുടെ സ്റ്റഡികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ക്രിട്ടിക്കലി തീരുമാനിച്ചു നമ്മുടെ സിസ്റ്റത്തെ, നമ്മുടെ കൾച്ചറൽ സിസ്റ്റത്തെ നമ്മൾ റീഡിസ്കവർ ചെയ്യണമെന്ന് തോന്നി. അതുപോലെ തന്നെ ഏൻഷ്യന്റ് ടെസ്റ്റുകളായാലും ഏൻഷ്യന്റ് ഫിലോസഫീസ് ആയാലും ഇതൊക്കെ ഇപ്പോഴത്തെ കാലവുമായിട്ട് ബന്ധപ്പെടുത്തി പോയേ പറ്റൂ എന്ന് നമുക്ക് മനസ്സിലായി. കൾച്ചറൽ റിഫോം നമുക്ക് സംഭവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മതത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പുറത്തു കളയണം. മതത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പുറത്തു കളഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, റിട്ടേൺ ടു ദ സ്പിരിച്വൽ എസൻസ്. അതായത് ഈ മതത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ മാറ്റിയിട്ട് അതിനകത്തുള്ള യഥാർത്ഥ സ്പിരിച്വൽ ആയിട്ടുള്ളതും യഥാർത്ഥ എത്തിക്കലായിട്ടുള്ള കോൺസെപ്റ്റും കൊണ്ട് തിരിച്ചു വന്നേ പറ്റൂ എന്നൊരവസ്ഥ നമുക്ക് വന്നു. ഇതെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് നമ്മൾ എത്തിക്കലി ഡെവലപ്പ് ചെയ്ത് വരണം. സ്പിരിച്വലി യഥാർത്ഥ റിലീജിയന്റെ എസൻസ് നമ്മൾ കൊണ്ടുവരണം എന്ന് ഉള്ള ഒരു റിജനുവേഷൻ, അതായത് പുനരുദ്ധരണം നമുക്ക് ആവശ്യമാണെന്ന് തോന്നി. അത് എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്തു വന്നത്, ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള, ഈ ബ്രിട്ടീഷുകാർ തന്നെ പറഞ്ഞിട്ടുള്ള പ്രിന്റ് മീഡിയ വഴികളും ബുക്ക് വഴി, ന്യൂസ് പേപ്പർ വഴി, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള മീഡിയങ്ങൾ വഴി നമുക്ക് പുതിയ കൾച്ചറൽ അവയർനെസ് വന്നു. പുതിയ മോഡേൺ കൾച്ചറൽ അവയർനെസ് വന്നു. അപ്പം നമ്മൾ സൊസൈറ്റി പ്രോഗ്രസീവ് ചെയ്തേ പറ്റൂ. സൊസൈറ്റി നീഡ് ടു ഷേപ്പ് ന്യൂ മോഡേൺ കൾച്ചർ. ഒരു പുതിയ കൾച്ചർ ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഉള്ള ഒരു അവസ്ഥ നമുക്ക് സംജാതമായി. അതാണ് കൾച്ചറൽ ആയിട്ടുള്ള ഒരു മാറ്റം. ഇനി പൊളിറ്റിക്കൽ കണ്ടീഷൻസ് എന്തായിരുന്നു ഇന്ത്യയിലെ ആ സമയത്ത്? പൊളിറ്റിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലായിരുന്നു. വിച്ച് സപ്രസ്ഡ്. നമ്മൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലായിരുന്നു എന്ന് പറയുമ്പോഴും എന്താ സംഭവിച്ചതെന്നറിയാമോ, അവർ നമ്മുടെ ഫ്രീഡത്തെ അഫ്കോഴ്സ് സപ്രസ് ചെയ്തിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അവരെ അടിച്ചമർത്തി തന്നെ വെച്ചിരുന്നു. പക്ഷേ അൺഇൻറ്റൻഷനലി, അവരറിയാതെ തന്നെ അവർ പുതിയ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കി, പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി, പുതിയ ഐഡിയാസ് ഉണ്ടാക്കി. ഇത് അവർക്ക് വേണ്ടിയിട്ടാണ് അവരുണ്ടാക്കിയത്. അതുകൊണ്ടാണ് അൺഇൻറ്റൻഷനലി എന്ന് പറയാൻ കാരണം. ഈ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ വന്ന സമയത്ത് എന്തൊക്കെയാണ് കൊണ്ടുവന്നത്, അവര് പുതിയ ലീഗൽ സിസ്റ്റം കൊണ്ടുവന്നു. നമ്മുടെ വളരെ പണ്ടുള്ള ലീഗൽ സിസ്റ്റത്തിനെക്കാട്ടിയും പുതിയൊരു ലീഗൽ സിസ്റ്റം കൊണ്ടുവന്നു. അവർ ജനാധിപത്യ ഐഡിയകൾ കൊണ്ടുവന്നു. അവരെങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്, വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന, അതുപോലെ തന്നെ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും ഈക്വൽ ആവുന്ന അങ്ങനെയുള്ള കോൺസെപ്റ്റ്സുകൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, നടപ്പിലാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇവരെ എക്സ്പ്ലോറേറ്റീവ് നാച്ചർ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് ഇന്ത്യൻ എക്കണോമിയെ വളരെ വളരെ ബാഡായിട്ട് എഫക്ട് ചെയ്തു. അവരെന്തിനേയും ചൂഷണം ചെയ്തുകൊണ്ട് പോവുക. ഇന്ത്യയിലെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ഇതിനെയും, ഇന്ത്യയുടെ സാമ്പത്തികപരമായിട്ട് ഇന്ത്യയെ കൊള്ളയടിച്ചു തുടങ്ങി. ഇന്ത്യയെ വളരെ ഭയങ്കരമായിട്ട് ബാധിച്ചു. ഇവരെ പൊളിറ്റിക്കൽ സപ്രഷൻസ് കൊണ്ടാണ്. ഇവർ നമ്മളെ പൊളിറ്റിക്കലി സപ്രസ് ചെയ്ത് തന്നെ വെച്ചു. ഈ കണ്ടീഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇന്ത്യ എന്ത് ചെയ്തു, ഇന്ത്യക്ക് പിന്നെ ഈ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻസിനെ സപ്രസ് ചെയ്യുകയോ അതിനെ തടയുകയോ ചെയ്യാതെ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നു. അത്രയ്ക്ക് സാമ്പത്തികമായിട്ട് ഇന്ത്യയെ ചൂഷണം ചെയ്തവര്. ഇന്ത്യൻ റിനൈസൻസ് എന്ത് ചെയ്തു, ഇന്ത്യൻ റിനൈസൻസ് പോലെയുള്ള മൂവ്മെന്റുകൾ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഇന്ത്യക്കാർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ പൊളിറ്റിക്കൽ ഐഡിയാസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു തുടങ്ങി. അവർ അസോസിയേഷൻസ് ഉണ്ടാക്കി തുടങ്ങി. അവരെന്ത് ചെയ്തു, ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് ഉണ്ടാക്കി തുടങ്ങി. ഇന്ത്യൻ മൂവ്മെന്റിന്റെ ഗ്രൗണ്ട് വർക്ക് നടത്തി തുടങ്ങി. നമുക്ക് സ്വാതന്ത്ര്യം വേണം, യുവമാര് നമ്മുടെ എക്കണോമിക്കലി നമ്മളെ മാക്സിമം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ഓപ്പറേഷൻസ് നമ്മളെ എന്ത് ചെയ്തു, നമ്മുടെ ഐഡിയാസിനെ, വെസ്റ്റേൺ പൊളിറ്റിക്കൽ ഓപ്പറേഷൻ നമ്മളെ രാഷ്ട്രീയപരമായിട്ട് അടിച്ചമർത്തി വെച്ചിരിക്കുന്നത് വെസ്റ്റേൺ ഐഡിയ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് ഒരു ഇന്ത്യൻ റിനൈസൻസിന് ഒരു ഇന്ധനമായി മാറി.
അതായത് വെസ്റ്റേൺ ഐഡിയസ് ആയിട്ട് ഇക്വാളിറ്റി, ലിബർട്ടി, ഫെർട്ടേണിറ്റി ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സുകളെല്ലാം തന്നെ നമ്മളെ അടിച്ചമർത്തി വെച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയപ്പം ഇതിനെതിരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഇത് നമ്മുടെ ഒരു നാഷണലിസത്തിന്റെ ഒരു അവേക്കനിങ് ആയി തീർന്നു. അപ്പൊ ഇതാണ് തുടക്കത്തിൽ എന്താണ് സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ കണ്ടീഷൻസ്, ഇന്ത്യൻ റിനൈസൻസിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള സോഷ്യോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാം. അടുത്തത് ഇതും ഒരു എസ്സേ ആയിട്ട് വരുന്ന സാധനമാണ്. അതായത് എസ്സേ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഇന്ത്യൻ റിനൈസൻസ് മൂവ്മെന്റ് ആൻഡ് ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യൻ തോട്ട്. എന്ന് വെച്ചാൽ എന്താണ് ഇന്ത്യൻ റിനൈസൻസിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനം പ്രസ്ഥാനങ്ങളുടെ പ്രാധാന്യം എന്താണ്, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് മോഡേൺ ഇന്ത്യൻ തോട്ടിൽ. ഇത് എസ്സേയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ താഴെ പറയുന്ന പോയിന്റുകളാണ് നമുക്കുള്ളത്. ഒന്ന് റാഷണലിസം ആൻഡ് ഹ്യൂമനിസം. സിഗ്നിഫിക്കൻസ് ആണ് ഇന്ത്യൻ റിനൈസൻസിന് സിഗ്നിഫിക്കൻസ് എന്തൊക്കെയായിരുന്നു. ഒന്ന് റാഷണലിസം ആൻഡ് ഹ്യൂമനിസം. രണ്ട് സോഷ്യൽ റിഫോം ആൻഡ് ഇമാൻസിപ്പേഷൻ. മൂന്ന് റിലീജിയസ് റീ ഇന്റർപ്രിട്ടേഷൻ. നാല് സിന്തസിസ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. നാഷണലിസം ആൻഡ് കൾച്ചറൽ പ്രൈഡ്, എഡ്യൂക്കേഷണൽ റിഫോം. ഇത്രയും പോയിന്റാണ് നമ്മൾ 1 by 1 ഡിസ്കസ് ചെയ്യുന്നത്. എന്ത് പോയിന്റാണ് മറന്നു പോരുത്, ഇന്ത്യൻ റിനൈസൻസ് മൂവ്മെന്റിന് ഏറ്റവും പ്രാധാന്യം നൽകിയ ഇതും അതുപോലെ തന്നെ ഇന്ത്യൻ മോഡേൺ തോട്ടിന്റെ ഫീച്ചേഴ്സും എന്താണെന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് പറയുന്നത് നാഷണലിസം ആൻഡ് ഹ്യൂമനിസം. ഈ മോഡേൺ ഇന്ത്യൻ തോട്ട് ഷേപ്പ് ചെയ്തത് എന്താണ്, ഈ ഒരു യൂണിക് ക്യാരക്ടർ ഉണ്ടായിരുന്നു. യൂണിക് ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്ത് റിഫോം, ഒരു റിഫോം ആയിരുന്നു ബ്ലെൻഡ് ചെയ്ത് വെച്ചിരുന്നത്. കാരണം എല്ലാ മേഖലകളിലും ഉണർവ്, അതുപോലെ റിവൈവൽ ആയിരുന്നു. റിവൈവൽ ഒന്ന് തിരിച്ചു വന്നു നമ്മൾ. അതുപോലെ നമ്മൾ റെസിസ്റ്റൻസ് ചെയ്തു തുടങ്ങി, നമ്മൾ എല്ലാത്തിനെയും പ്രതിരോധിച്ചു തുടങ്ങി. ഫസ്റ്റ് ഓഫ് ഓൾ റേഷണലിസം ആൻഡ് ഹ്യൂമനിസം എന്ന് വെച്ചാൽ എന്താണ്? റാഷണലിസം, ഇന്ത്യൻ റിനൈസൻസ് തിങ്കേഴ്സ് എന്താ ചെയ്തത്, ഇവര് റാഷണലിസം റീസണബിൾ കപ്പാസിറ്റിനെയാണ് റാഷണലിസം എന്ന് പറഞ്ഞത്. ഇന്ത്യൻ തിങ്കേഴ്സ് റീസണോട് കൂടിയും സയന്റിഫിക് എൻക്വയറിയോടുകൂടിയും ഓരോ കാര്യങ്ങളെ എടുത്ത് ചിന്തിച്ചു തുടങ്ങി. അവർ ഈ നമ്മുടെ ബ്ലൈൻഡ് ഫെയ്ത്തുകളെ, നമ്മുടെ അന്ധവിശ്വാസങ്ങളെ, നമ്മൾ അതിഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന നമ്മുടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ കഷ്ടത്തെ അവർ സയന്റിഫിക്കലി റീസണബിളി ചിന്തിച്ചു തുടങ്ങി. രാജാറാം മോഹൻ റായി ആണ് നമ്മൾ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ശ്രീ രാജാറാം മോഹൻ റായി ആണ്. ഇദ്ദേഹമാണ് നമ്മുടെ റാഷണാലിറ്റി ഇൻ റിലീജിയസ് പ്രാക്ടീസസ് കൊണ്ടുവന്നത്. അതായത് നമ്മൾ റിലീജിയസിൽ മതം പ്രാക്ടീസ് ചെയ്യുമ്പം അതിനകത്ത് റീസണൽ കപ്പാസിറ്റിയും കൂടെ അതിൻ്റെ യുക്തി എന്താണ് എന്ന് നമ്മളത് കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ യുക്തി എന്താണെന്ന് ഒന്ന് ചിന്തിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തന്നത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് സ്ത്രീകൾക്ക് നമുക്ക് അവകാശങ്ങൾ കൊണ്ടുവരണം. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ അവകാശമില്ല, അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള അവകാശം കൊണ്ടുവരണം. സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് അതൊരു നിയമമാക്കിയത്, സതി നടപ്പിലാക്കാൻ പാടില്ല നിയമമാക്കിയത് രാജാറാം മോഹൻ റായി ആണ്. അതുപോലെ തന്നെ ഹ്യൂമൻ ഡിഗ്നിറ്റിയും ഇക്വാളിറ്റിയും നമുക്ക് സെൻട്രൽ കൺസേൺ ആണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ മനുഷ്യന്റെ അന്തസ്സും മനുഷ്യന്റെ സമത്വവും ഇതെന്ന് പറയുന്നത് നമുക്കൊരു സെൻട്രൽ കൺസേൺ ആണെന്നും അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഹൈറാർക്കിക്കലായിട്ടുള്ള സോഷ്യൽ വ്യൂസിനെ നമ്മൾ റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹൈറാർക്കിക്കലുള്ള സോഷ്യൽ വ്യൂസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബ്രാഹ്മണർ, ക്ഷത്രിയർ, ശൂദ്രർ, വൈശ്യർ ഇങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ആ ഒരു വലുതിൽ നിന്ന് ചെറുതിലേക്കുള്ള ആ ഹൈറാർക്കിക്കൽ സിസ്റ്റത്തെ എന്ത് ചെയ്യേണ്ടി വന്നു, അത് വേണ്ട, അത് കൊള്ളത്തില്ല, അത് പാടില്ല എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്തു, ഒരു പുതിയ വ്യൂ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. അതുപോലെ റാഷണലിസം ആൻഡ് ഹ്യൂമനിസം എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറിലാണ്. രണ്ടാമത്തെ ഫീച്ചർ സോഷ്യൽ റിഫോംസ് ആൻഡ് ഇമാൻസിപ്പേഷൻ. വാട്ട് ഈസ് സോഷ്യൽ റിഫോം ആൻഡ് ഇമാൻസിപ്പേഷൻ? ഒരു മോഡേൺ ഇന്ത്യൻ തോട്ടിനകത്ത് നമ്മളെപ്പോഴും നമ്മൾ ഫേസ് ചെയ്തിരുന്നത് എന്തായിരുന്നു അറിയാമോ? സോഷ്യൽ ഈവിൾസ് ആയിരുന്നു. സോഷ്യൽ റിഫോമിന്റെ ഇമാൻസിപ്പേഷൻ ആണ്. അതായത് ഉണർവാണ്, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ഉണർവാണ്. ഇമാൻസിപ്പേഷൻ ഒരു ഉണർവ്, റിഫോം ഉണ്ടാക്കുകയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ അന്ന് നിർബന്ധമായിട്ടും സതി അബോളിഷ് ചെയ്യണമായിരുന്നു.
സതി അബോളിഷ് ചെയ്തു. അതുപോലെ തന്നെ വിധവാ വിവാഹത്തെ നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, സോഷ്യൽ റിഫോമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യണമായിരുന്നു, നമ്മൾ പ്രൊമോട്ട് ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് നമ്മൾ വാദിക്കണമായിരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്തു, കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരായിട്ട് ഇതെല്ലാം എന്ത് ചെയ്തു, നമ്മൾ നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള ഉണർവിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം നമ്മൾ എതിർത്ത് ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഭൗതികപരമായിട്ട് കൊണ്ടുവന്നൊരു ഡെവലപ്മെന്റ് വേണമായിരുന്നു. അതുപോലെ വിദ്യാസാഗർ പോലെയുള്ള ആൾക്കാർ, അതുപോലെ ഫുലെ പോലെയുള്ള ആൾക്കാർ, ഇവരൊക്കെ എന്ത് ചെയ്തത്, ഇങ്ങനെയുള്ളൊരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി താഴ്ന്ന ആൾക്കാർ, ദളിതർ എന്ന് പറഞ്ഞ് മാർജിനലൈസ് ചെയ്ത് മാറ്റി നിർത്തിയിരുന്ന ആൾക്കാരുടെ ഇമാൻസിപ്പേഷന് വേണ്ടിയിട്ട്, ഉണർവിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരായിരുന്നു. അതായിരുന്നു നമ്മുടെ സോഷ്യൽ റിഫോമും ഇമാൻസിപ്പേഷനും. സാമൂഹികപരമായിട്ടൊരു ഉണർവ് നമുക്ക് ഇതിൽ നിന്നൊക്കെ ഉണർന്നു വരണം, ഇതിൽ നിന്നൊക്കെ ഇമാൻസിപ്പേഷൻ ചെയ്ത് വരണം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യൻ റിനൈസൻസിനെ സഹായിച്ചു. ഇനി റിലീജിയസ് റീഇൻറ്റർപ്രിട്ടേഷൻസ് നമുക്ക് വേണമെന്ന് പറയുന്നത്, മതങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മതങ്ങളെ എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്യാൻ പാടില്ല. മതങ്ങളെ റിജക്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, നമ്മൾ റീഇൻറ്റർപ്രറ്റ് ചെയ്യണം. നമ്മുടെ പുരാണങ്ങളെ, റിലീജിയസ് ടെക്സ്റ്റുകളെ നമ്മൾ റീഇൻറ്റർപ്രറ്റ് ചെയ്യണം. ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് അതിനകത്ത് പുതിയ എത്തിക്കൽ വാല്യൂസ് കൊണ്ടുവരണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വാളിറ്റി, ഫ്രീഡം, അങ്ങനെയുള്ള ആ ഒരു മോഡേൺ തോട്ടുകൾ നമ്മൾ കൊണ്ടുവരണം. ബ്രഹ്മസമാജം, ആര്യസമാജം, രാമകൃഷ്ണ മിഷൻ, ഇതൊക്കെ എന്ന് പറയുന്നത് ഹിന്ദു മതത്തെ പ്യൂരിഫൈ ചെയ്യുവാനും ഹിന്ദു മതത്തിലുള്ള അനാചാരങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അനാചാരങ്ങളെ ഒരു ചൂണ്ടിക്കാണിച്ചിട്ട് എംഫസൈസ് ചെയ്തിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട്, അതിനെ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിവേഴ്സൽ സ്പിരിച്വൽ കോർ വേണമെന്ന് പറഞ്ഞ് ലോകം മുഴുവനും ഒരു ആധ്യാത്മികപരമായിട്ടുള്ള ഒരു കോർ വേണം, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ ആവണം എന്ന് പറയുന്ന സംഘടനകളാണ്. എങ്ങനെയുള്ള, അതുപോലെ തന്നെ അലിഗർ മൂവ്മെന്റുകൾ, സിഖുകാരുടെ മൂവ്മെന്റുകൾ, ഇതൊക്കെ എന്ന് പറയുന്നത് ഇസ്ലാം മൂവ്മെന്റുകൾ, സിഖ് മൂവ്മെന്റുകൾ, ഇതൊക്കെ എന്ന് പറയുന്നത് ഇതെല്ലാം ഇവരുടെ മതത്തെ ഇവർ റീഇൻറ്റർപ്രിട്ടേഷൻ ചെയ്തേ പറ്റുള്ളൂ. പുതിയ പുതിയ കോൺസെപ്റ്റുകൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മതഗ്രന്ഥങ്ങളിലും ട്രഡീഷണൽ ആയിട്ടുള്ള മതത്തിൽ ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. റിലീജിയസ് റീഇൻറ്റർപ്രിട്ടേഷൻ ചെയ്യണം. മതത്തിനെ നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തതുപോലെയല്ല, നമ്മൾ പുതിയ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മസമാജം, ആര്യസമാജം, രാമകൃഷ്ണ മിഷൻ, ഇവരൊക്കെ ഹിന്ദു മതത്തെ പ്യൂരിഫൈ ചെയ്യണം, അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹിന്ദു മതത്തെ പ്യൂരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന സംഘടനകളാണ്. ഇനി സിന്തസിസ് ടു ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, മോഡേൺ തിങ്കേഴ്സ് നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക്, മോഡേൺ തിങ്കേഴ്സ് ആയിട്ടുള്ള വന്നപ്പോഴെന്നല്ല, രാജാറാം മോഹൻ റോയ് പോലെയുള്ള മോഡേൺ തിങ്കേഴ്സ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ എയിം എന്ന് പറഞ്ഞാൽ സിന്തസിസിങ് ഇന്ത്യ സ്പിരിച്വൽ ഹെറിറ്റേജ്, അത് വിത്ത് മോഡേണിറ്റി, വെസ്റ്റേൺ മോഡേണിറ്റി. അവരുടെ പ്രധാനപ്പെട്ട ഐഡിയ എന്താ ചെയ്തത്, അവർ ഇന്ത്യയുടെ സ്പിരിച്വൽ ഹെറിറ്റേജിനെ, ഇന്ത്യയുടെ ആധ്യാത്മിക പാരമ്പര്യത്തെ വെസ്റ്റേൺ മോഡേണിറ്റിയുമായിട്ട് ജോയിൻ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വാളിറ്റി, ഫ്രീഡം തുടങ്ങിയുള്ള കോൺസെപ്റ്റുകളുമായിട്ട് ഇന്ത്യയുടെ ആധ്യാത്മികമായി പാരമ്പര്യത്തെ സിന്തസൈസ് ചെയ്യുക. അതിന് ഈസ്റ്റും വെസ്റ്റും തമ്മിൽ ഉൾപ്പെട്ടു വരിക. ഈസ്റ്റ് കിഴക്കായാലും പടിഞ്ഞാറായാലും പ്രദേശങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ആ പ്രദേശങ്ങൾ ഒരുമിച്ച് വരിക. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്വാമി വിവേകാനന്ദൻ നമുക്ക് വേദാന്തിക് ഫിലോസഫി ഡിറൈവ് ചെയ്തു തന്നു. വേദാന്തിക് ഫിലോസഫി ചെയ്യുന്നതിനോടൊപ്പം തന്നെ സയന്റിഫിക് ടെമ്പറും സോഷ്യൽ സർവീസിന്റെ ഇമ്പോർട്ടൻസും അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. സയൻസിനെ വിശ്വസിക്കുന്നു. അതുപോലെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ വിഷൻ തന്നെ എഡ്യൂക്കേഷൻ ആയിരുന്നു. എഡ്യൂക്കേഷൻ, നാഷണൽ ഗുഡ്, ഇന്റഗ്രേറ്റഡ് ട്രഡീഷണൽ ഇന്നോവേഷൻ. നമ്മൾ എന്താ ചെയ്യേണ്ടത്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവും നമ്മുടെ രാജ്യത്തെ ഇന്റഗ്രേഷൻ ചെയ്യണം. നമ്മുടെ രാജ്യത്തിലെ മൊത്തം മുഴുവൻ ഒരു ഘടകമാക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ ട്രഡീഷൻസിന് ആവശ്യമായിട്ടുള്ള ഇന്നോവേഷൻസ് നടത്തുകയും ചെയ്യണമെന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത്. രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട്, രാജ്യത്തിന്റെ നാഷണൽ ഗുഡിന് വേണ്ടിയിട്ടുള്ള ഇന്നോവേഷൻസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത്, നമുക്ക് എങ്ങനെയാണ് നാഷണലിസം കൾച്ചറൽ പ്രൈഡ് ആയത്? നാഷണലിസവും കൾച്ചറൽ പ്രൈഡും തമ്മിലുള്ള ഇതെന്താണ്? ഒന്നാമത്തെ കാര്യം, റിനൈസൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നാഷണൽ ഒരു ഐഡന്റിറ്റി ആയിട്ട് തീർന്നു. രാജ്യത്തിന് പ്രധാനമായിട്ടൊരു ഐഡന്റിറ്റി ആയിട്ട് തീർന്നു. നമ്മുടെ ഇന്ത്യയുടെ പാസ്റ്റ് ഗ്ലോറി ഫിലോസഫി, നമ്മുടെ ഇന്ത്യയുടെ ആർട്ട്, നമ്മുടെ ഇന്ത്യയുടെ ലിറ്ററേച്ചർ, ഇതൊക്കെ എന്താ ചെയ്യുന്നറിയാമോ, ഇന്ത്യൻ സയൻസ്, ഇതൊക്കെ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
കൊളോണിയൽ നെറേറ്റീഷൻ കൊണ്ടുവന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ മേഖലകളിലൊക്കെ ഫിലോസഫിയിലായാലും ആർട്ടിലായാലും ലിറ്ററേച്ചറിലായാലും ഒക്കെ സയൻസ് സെൻറ്റേഡ് ആയി തീർന്നു, സയൻസ് കൗണ്ടേഡ് ആയി തീർന്നു. ശാസ്ത്രീയപരമായിട്ട് അതിലെല്ലാം ചിന്തിച്ചു തുടങ്ങി. എന്തെങ്കിലും ശാസ്ത്രീയ വശം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇന്ത്യൻ ചിന്തിച്ചു തുടങ്ങി. ഇന്ത്യൻ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി പോലുള്ള ആൾക്കാർ, അരബിന്ദോ പോലുള്ള ആൾക്കാർ, ഇവരെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഒരു കൾച്ചറൽ റിവൈവൽ, കൾച്ചർ ഒരു സാംസ്കാരികപരമായിട്ടൊരു പുനർജീവനം നമുക്ക് കൊണ്ടുവരണം, നമുക്കൊരു പൊളിറ്റിക്കൽ ഫ്രീഡം വേണമെന്നൊക്കെ ഇവർ നമ്മളെ കൾച്ചറൽ പ്രൈഡിലൂടെ നമ്മളെ പറഞ്ഞുകൊണ്ടേയിരുന്നു. നാഷണലിസവും കൾച്ചറൽ പ്രൈഡും ഒരുമിച്ച് കൊണ്ടുവന്നു. നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ ഇന്ന കൾച്ചർ പ്രൈഡ് ഉള്ള ആൾക്കാരാണ്, നമ്മൾ ഇന്ന കൾച്ചർ പ്രൈഡ് അനുഭവിക്കുന്ന പ്രൈഡാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യുന്നത്, നമ്മുടെ കൾച്ചറിനെ നമുക്ക് സംരക്ഷിക്കുന്ന രീതിയിൽ കൊളോണിയലായിട്ടുള്ള സംഭവത്തെ നമ്മൾ എതിർക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. നമ്മുടെ കൾച്ചറൽ പ്രൈഡിനെ തന്നെ, നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ തന്നെ നമ്മൾ തന്നെ അഭിമാനിക്കുന്ന തരത്തിലാക്കിയെടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ എന്തൊക്കെ വിദ്യാഭ്യാസ നവോത്ഥാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെ വിദ്യാഭ്യാസ മാറ്റങ്ങളാണ് ഈ മോഡേൺ ഇന്ത്യൻ തോട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, റിനൈൻസൻസ് എന്ന് പറയുന്ന പീരീഡ് എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ വെഹിക്കിളായിരുന്നു. ക്രിട്ടിക്കൽ വെഹിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ഈ നവോത്ഥാനത്തിലേക്ക് നയിച്ചൊരു വാഹനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമായിരുന്നു. റിഫോമേഴ്സ്, നവോത്ഥാനം ചെയ്യുന്ന ആൾക്കാർ, അവരെന്താ ചെയ്യുക, നവോത്ഥാന വക്താക്കൾ അവരെപ്പോഴും മോഡേൺ ആയിട്ടുള്ളതും സെക്കുലർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് അവരെ അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. നമുക്കെപ്പോഴും മോഡേൺ വിദ്യാഭ്യാസം വേണം, നമുക്കെപ്പോഴും ഒരു സെക്കുലർ വിദ്യാഭ്യാസം വേണം, ജാതിയോ മതമോ ഇന്നും വ്യത്യസ്തമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം. അതുപോലെ തന്നെ മദർ ടങ്ക്, നമ്മുടെ മാതൃഭാഷയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ ഇൻഡിജിയസ് ആയിട്ടുള്ള നോളജ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇൻഡിജിയസ് അത് തദ്ദേശീയമായിട്ട് നമ്മുടെ നോളജ് സിസ്റ്റം ഉണ്ട്, നിലവിലുള്ള ട്രഡീഷൻസ് ഉണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മളെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലുള്ള വിശ്വഭാരതി പോലെയുള്ളതും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പോലെയുള്ളതും അതൊക്കെ നമുക്ക് ഒരു സിമ്പിളായിട്ട് നിന്നു. ഒരു എഡ്യൂക്കേഷണൽ അവേക്കണിങ്ങിന് ഒരു സിമ്പിളായിട്ടാണ് പ്രവർത്തിച്ചത്. ഇന്ത്യൻ റിനൈൻസൻസ് എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ റിവൈവൽ മാത്രമല്ല, നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളതും നമ്മുടെ മോറൽ ഫൗണ്ടേഷൻസിനും ഒക്കെ ഒരു ട്രാൻസ്ഫർമേഷൻ കൊടുത്തത്, ഒരു മാറ്റം, ഒരു വലിയൊരു മാറ്റം പ്രൊവൈഡ് ചെയ്തത് ആരാണ്, ഈ എഡ്യൂക്കേഷൻ, ഈ മോഡേൺ ഈ ഇന്ത്യൻ റിനൈൻസൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ ഇന്ത്യക്ക് ഒരു മോറൽ ഫൗണ്ടേഷൻസ് നൽകി, നമ്മൾ കാണുന്ന ഇന്ത്യക്ക് ഒരു ഫൗണ്ടേഷൻസ് കൊടുത്തതും ഈ റിനൈൻസൻസ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ഓർത്തഡോക്സ് സിസ്റ്റത്തെയും നമ്മുടെ റാഷണലിസത്തിനെയും അതുപോലെയുള്ള ഇങ്ങനെയുള്ള കൾച്ചറുകളെയൊക്കെ, നമ്മളെ റെസ്പെക്റ്റീവ് ട്രഡീഷൻസിനെയൊക്കെ നമ്മൾ പുതിയ രീതിയിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങി. നമ്മൾ ഓർത്തഡോക്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സങ്കീർണമായിട്ടുള്ള ഒരു മതം, ആ മതത്തിൻ്റെതായിട്ടുള്ള സിസ്റ്റങ്ങൾ മാത്രം പാലിക്കുന്നു, അത് ഓർത്തഡോക്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ റാഷണലിസത്തിനെ പ്രൊമോട്ട് ചെയ്യും നമ്മൾ അതിനെ എതിർക്കണം. അതായത് എന്തിനെ എതിർക്കണം എന്ന് പറയുന്നത്, ഓർത്തഡോക്സ് സിസ്റ്റത്തെ എതിർക്കണം. അതുപോലെ നമ്മളെന്താ, റാഷണലിസം നിലനിർത്തിക്കൊണ്ടുവരണം. അതുപോലെ നമ്മുടെ കൾച്ചർ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് നമ്മുടെ ട്രഡീഷൻസിനെ പ്രോഗ്രസ് ചെയ്യാൻ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. ഒരു പുതിയ ഫേസ്, ഒരു പുതിയ രീതി, ഒരു നൂറ്റാണ്ട് ഇന്ത്യൻ ചരിത്രത്തിലുണ്ടായി. ഇത് നമ്മുടെ പീരീഡിനകത്ത് ഇന്ത്യയിലെ ഡെമോക്രാറ്റിക്, സെക്കുലർ, പ്ലൂറലിസ്റ്റിക് എത്തോസിന് കാരണമായി. ഇന്ത്യക്ക് ഒരു സെക്കുലറിസം കൊണ്ടുവരാൻ, ഇന്ത്യക്ക് ഡെമോക്രാറ്റിക് കോൺസെപ്റ്റ്സ് കൊണ്ടുവരാൻ, ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം കൊണ്ടുവരാൻ ഒക്കെ കാരണമായി തീർന്നത് ഇങ്ങനെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ റിഫോമാണ്, വിദ്യാഭ്യാസ നവോത്ഥാനം. ഈ റിനൈൻസൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്തു വേണം, നമ്മളെ സൊസൈറ്റിയെ റീജനറേറ്റ് ചെയ്യാൻ, പുതിയ നവോത്ഥാനം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രോപ്സെപ്ഷനിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് വലിഞ്ഞു നിന്നുകൊണ്ട്, അതിലേക്ക് ചൂടുന്നിറങ്ങിക്കൊണ്ട്, അതുപോലെ ഡയലോഗുകളിലൂടെ, അതുപോലെ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള സിന്തസിസിലൂടെ, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് പോകുന്നൊരവസ്ഥ നമുക്ക് എഡ്യൂക്കേഷണൽ റിഫോമിലൂടെ നമുക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഇന്ത്യൻ സോഷ്യൽ മൂവ്മെൻറ്റ് ആൻഡ് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ തോട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റിനൈൻസൻസ് എന്നാണ്. റിനൈൻസൻസ് എന്ന് പറഞ്ഞ വാക്ക് എന്താണ്, റിനൈൻസൻസിൻ്റെ ഇതെന്തെന്നാണ്.
റിനൈസൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റീബർത്ത് റിവൈവൽ പീരീഡ് ആണ്. എന്ന് വെച്ചാൽ പുനർജീവനമാണ്. നമുക്ക് ഒരു ഒരു പുനർജന്മവും പുനർജീവനമാണ്. ഒരു പുതിയ ആർട്ട്, പുതിയ ലേണിംഗ്, പുതിയ റിഫോമാണ് നമുക്ക് നൽകുന്നത്. ഇന്ത്യൻ റിനൈസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റലക്ച്വലി, നമ്മുടെ കൾച്ചറലി, നമ്മുടെ സോഷ്യലി, നമ്മുടെ റിലീജിയസ്ലി ഒരു പുതിയ ഉണർവ് കൊണ്ടുവന്ന് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ റീഷേപ്പ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ്. എല്ലാ മേഖലകളിലും നമ്മൾ മാറണം. ഈ പറഞ്ഞ മേഖലകളിലെല്ലാം നമ്മൾ മാറണം. കൾച്ചറൽ മേഖലകൾ, അതുപോലെ തന്നെ സോഷ്യൽ, റിലീജിയസിൽ, എല്ലാ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ, എസ്പെഷ്യലി ബംഗാൾ പോലെയുള്ള ഇന്ത്യയിലെ വെസ്റ്റേൺ പാർട്ടിൽ ഇത് ഭയങ്കരമായിട്ട് ഡെവലപ്പായി. നവോത്ഥാനത്തിന്റെ ഈറ്റിലെന്നൊക്കെയാണ് ബംഗാളിലെ പറയുന്നത്. അതുകൊണ്ടാണ് രാജാറാം മോഹൻ റായ് ബംഗാളിൽ നിന്ന് വന്നെന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ട് മുതൽ ഇനി 20-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് എന്താ ചെയ്തത്, അതിൻ്റെ മധ്യത്തിലാണ് ഈ ഒരു റിനൈസൻസ് നമുക്കുണ്ടായിട്ടുള്ളത്. ഡ്രോയിങ് ഇൻസ്പിറേഷൻ ഫോർ ബോത്ത് ഇൻഡിജിയസ് റിഫോം, അതായത് നമുക്ക് പുതിയതായിട്ട് നമ്മളെ തദ്ദേശപരമായിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വെസ്റ്റേൺ ഐഡിയാസ് നമുക്ക് വളരെ ഉപകാരമായി തീർന്നു. കൊളോണിയൽ റൂൾസ്, അവരെ പാശ്ചാത്യപരമായിട്ടുള്ള അവരെ ഭരണങ്ങൾ നമുക്ക് നമ്മളെ റീ എക്സാമിൻ ചെയ്തു. എന്തുകൊണ്ടാണ് ഇവർ നമ്മളെ വന്ന് ഭരിക്കുന്നത്, എന്ത് പറ്റി നമുക്ക് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായി. അതുപോലെ ക്ലാസിക്കൽ ഹെറിറ്റേജ്, നമ്മുടെ പാരമ്പര്യപരമായിട്ടുള്ള ഹെറിറ്റേജിനെ നമ്മൾ നിർത്തിയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ സോഷ്യൽ പ്രാക്ടീസസിനെ നമ്മൾ ചോദ്യം ചെയ്തു തുടങ്ങി, ഡെലിബറേറ്റ് ചെയ്തു തുടങ്ങി. അതായത് ഈ നേരത്തെ പറഞ്ഞുള്ള സതി ശൈശവ അങ്ങനെയുള്ള കാര്യങ്ങൾ മോഡേൺ ഇന്ത്യയിൽ പുതിയ പുതിയ വാല്യൂസ് കൊണ്ടുവരണം, അത് നമ്മുടെ ട്രഡീഷനെ നിലനിർത്തിക്കൊണ്ട് തന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ള മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിനൈസൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന്, ഇവാലുവേറ്റ് ദ സോഷ്യോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ റിനൈസൻസ് മൂവ്മെൻറ്റ്, പേജ് 5 കിടപ്പുണ്ട്. അതുപോലെ തന്നെ അപ്രൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, രണ്ടാമത് പറഞ്ഞതാണ് മൂവ്മെൻറ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദ മോഡേൺ ഇന്ത്യൻ തോട്ട്. ഈ 2 എസ്സേ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ വാക്കുകൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. അതോടുകൂടി ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു മൊഡ്യൂൾ നമ്മൾ തീർന്നു കഴിഞ്ഞു.